ചക്രവർത്തി ഹുമയൂണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജി ബേഗം നിർമ്മിച്ച ടോംബ് ആണെങ്കിൽ കൂടിയും നമുക്കിവിടെ വരുമ്പോൾ പല മറ്റ് ടോംബുകളും ഇവിടെ കാണാൻ കഴിയും. ഇവിടെ തന്നെ ഒരു 10-15 ടോംബുകൾ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയും. ഒരു പക്ഷേ അന്നത്തെ രാജകുടുംബത്തിലുള്ള ആൾക്കാരുടെ മറ്റ് അവശിഷ്ടങ്ങളായിരിക്കാം ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു ടോംബ് ഉണ്ടാക്കുകയും അത് ഇത്രയും സുന്ദരമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളയും ചെങ്കല്ലും കലർന്ന ഈ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ അന്ന് മെഷീനറീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഒരു സ്മാരകം ഉണ്ടാക്കി എന്നുള്ളത് തന്നെ അതിശയമാണ്. നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു ടോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ശവകുടീരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ താജ്മഹൽ പണിതത് ഒരു യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അത്രത്തോളം സ്നേഹവായ്പുള്ള ഒരു ഭാര്യ ആയിരുന്നു ഹുമയൂണിൻ്റെ ഭാര്യ ഹാജി ബേഗം എന്ന് നമ്മൾ കരുതപ്പെടേണ്ടിയിരിക്കുന്നു.